ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റംബുട്ടാനൊക്കെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. 3 വർഷമായിട്ട് നമ്മളിത് നട്ടിട്ട്. അപ്പോൾ സോല് കാറൊക്കെ തുടക്കുകയാണ്. നമുക്കിന്ന് കല്യാണത്തിന് പോകാൻ കേട്ടോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ്. ഓന് കാറൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. പറഞ്ഞ കല്യാണത്തിന് പോകാണ്ട് തെക്ക് പറയാം. കല്യാണത്തിന് പോവാണ്ടേ നമുക്കൊരു കല്യാണത്തിന് പോവാണ്ട് കേട്ടോ. പട്ടാമ്പിയാണ്. കാക്കാന്റെ കസ്റ്റമറിന്റെ വീട്ടിലുള്ള കല്യാണം കേട്ടോ. സോന് കാറൊക്കെ കുറച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കാം കേട്ടോ. സോന് സ്റ്റാർട്ടാക്കിയൊക്കെ വെക്കണം കേട്ടോ കാറ്. കാറൊക്കെ ഓട്ടി വെക്കും കേട്ടോ. അങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷെ അമ്മക്കൊരു പേടിയാണ് കേട്ടോ. മതി സോനിയോ, നിർത്തിക്കോ, ഇറങ്ങ. മതി 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 ഇറങ്ങ. കുഞ്ഞോട്ട് ഇവിടെ തുടക്കാൻ കേട്ടോ. അല്ല ഇജെന്തെങ്ങനെ കുളിച്ചു പോയിട്ടില്ലേ? മിന്നു മദ്രസൊക്കെ വിട്ടുവന്നപ്പോ ചായടിയിലാണ് കേട്ടോ. ഇജി അതാ ഡ്രസ് ഇടുണ്ട്. കല്യാണത്തിനുണ്ടോ? കല്യാണത്തിന് വന്നില്ല. ഞങ്ങളൊക്കെ പോവുകയാണ്. ഇജില്ല ആ കർട്ടനൊക്കെ നീക്കി വെച്ചിട്ടാണെങ്കിൽ തട്ടി കൊട്ടി വിരിച്ചേക്കോ. ആ ജനവാതി തുറന്നിട്ടാണ്. പക്ഷെ പരത്താൻ നിൽക്കണ്ട. താത്ത് തുടക്കണം. എനിക്ക് നല്ല കല്ലിട്ടോളൂ. വേറെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങള് പോവുകയാണ്. അപ്പൊ മിന്നു പോയിരുന്നില്ല കേട്ടോ. ഓള് ഇവിടെ നിൽക്കുകയാണ്. ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ പിന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ഓരോ കൂടെ ഇവിടെ നിൽക്കാനാണ് കേട്ടോ. കൂടെ പോയിട്ട് മിന്നുവിന് ഇനി കുറച്ച് കഴിഞ്ഞാൽ സങ്കടം കേട്ടോ. അപ്പോഴും ഞാൻ വിളിച്ചു. അപ്പോഴും ഇവിടെ ഇല്ലാറ്. കാക്കാന്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. കമ്പനി പാർട്ട്ണറുമാണ്. അപ്പൊ ഞങ്ങള് അങ്ങനെ ഓല് വരുന്നത് കാത്തിരിക്കാണ് കേട്ടോ. പിന്നെ അവർ വന്നു. ഞങ്ങളങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഇത് പേൾ എന്ന് പറഞ്ഞ ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. നല്ല വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഞാൻ ഇഷമോളം ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പം നല്ല തിരക്കായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. ചെന്ന ഉടനെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് മുകളിലേക്ക് കയറിയിട്ട്. മുകളിലായിരുന്നു മണവാട്ടൊക്കെ ഇരുന്നിരുന്നത്. അപ്പം അങ്ങോട്ട് കയറി നമ്മളെ പുതിയണ്ണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം പാർലർ നോക്കി അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. ഒറ്റ കടകളും. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് നല്ലൊരു ഐസ്ക്രീം പാർലറൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ കുറേ നമ്മളങ്ങനെ പോന്നു. കുട്ടികളൊക്കെ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു കേട്ടോ.
നോക്കി സാൻഡ്വിച്ച് ഇത് എന്നിട്ട് വെള്ളം വന്നിട്ടില്ല. നമ്മളങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ കയറിയത്. അപ്പോൾ അവിടെ ഓരോ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അതില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തന്നെ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.